അദ്ദേഹത്തെയും കൊണ്ടുപോകുന്ന വാഹനത്തിന് നമ്മൾ കൃത്യമായി അതിന് പിന്നാലെ നമ്മുടെ വാഹനം പോകുന്നുമുണ്ട്. വിനീഷിലേക്ക് കൂടി ചേരുന്നു. വിനീഷ്, ദേവസ്വം ബോർഡിൻ്റെ അഴിക്കുള്ളിലേക്കാകുന്ന മൂന്നാമത്തെ പ്രസിഡന്റാണ് പ്രശാന്ത്. നമുക്കറിയാം എൻ വാസു, അതുപോലെ തന്നെ പത്മകുമാർ തുടങ്ങിയ CPM-ന്റെ മുൻ പ്രസിഡന്റുമാർ അവരൊക്കെ തന്നെ ഈ കേസിലെ പ്രതികളാണ്. അവരൊക്കെ ജയിലിനുള്ളിൽ ആയിട്ടുള്ളവരുമാണ്. പിന്നീടാണ് അവർ ജാമ്യത്തിൽ ഇറങ്ങിയത്. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ പ്രസിഡന്റ് PS പ്രശാന്ത്. അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. അങ്ങനെ കോൺഗ്രസ് പാളയത്തിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് വന്നതിൻ്റെ ഒരു പ്രത്യേക ആനുകൂല്യം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ മറ്റ് CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ആളുകളെ വെട്ടിമാറ്റിയിട്ടാണ് PS പ്രശാന്തിനെ കോൺഗ്രസ്സുകാരനായിട്ട് കൂടി പാർട്ടിയിലേക്ക് വന്നതിൻ്റെ ഒരു പ്രത്യേക സമ്മാനമായിട്ടാണ് അദ്ദേഹത്തിന് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം നൽകിയത്. അങ്ങനെ അദ്ദേഹം പ്രസിഡന്റായിട്ടിരിക്കുമ്പോഴാണ് ഈ കേസ് ഹൈക്കോടതിയുടെ മുമ്പിൽ വരുന്നതും ഈ സ്വർണ്ണ കവർച്ച കേസ് ചുരുളഴിയുന്നതും ആ കാലത്താണ്. അപ്പോൾ ഏറ്റവും അവസാനം സ്വർണ്ണപ്പാളി അത് സ്വർണം പൂശുന്നതിനായി ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പ്രശാന്തായിരുന്നു. അത് കോടതിയെ അറിയിക്കാതാണ് ആ സ്വർണ്ണപ്പാളി അടക്കം ആ പോറ്റിയുടെ കൈവശം കൊടുത്തു വിട്ടത്. അങ്ങനെയാണ് ഈ കേസ് ചുരുളഴിയുന്നത്. ആ കേസിലാണ് നിർണായകമായ നീക്കം. മൂന്നാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിലായി എന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയാണ്. വിനീഷ്, തുടരാം. തീർച്ചയായിട്ടും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഘട്ടത്തിലേക്ക് SIT സംഘം എത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ PS പ്രശാന്ത് പ്രതിപ്പട്ടികയിലേക്ക് എത്തും എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ മാത്രം, അല്ലെങ്കിൽ PS പ്രശാന്തിനെതിരായ അന്വേഷണത്തിന്റെ തെളിവുകൾ ഒരു ഘട്ടത്തിൽ SIT പുറത്തുവിടാത്ത സാഹചര്യം, അങ്ങനെ രാഷ്ട്രീയ ഇടപെടലുകൾ ഈ SITയുടെ അന്വേഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിലേക്ക് SIT പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കോടതിയുടെ മുന്നിൽ ഈ തെളിവുകൾ, രേഖകൾ അടക്കമുള്ളവ ഇപ്പോൾ SIT ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹൈക്കോടതിയുടെ മുന്നിൽ സമർപ്പിക്കും. ആ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റായ പ്രശാന്തിനെ ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ പ്രശാന്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്ന ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. ആ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ SITയുടെ പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്തിൻ്റെ വീട്ടിലെത്തി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലേക്കാണോ കടക്കുന്നത് എന്നത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് വ്യക്തമായി വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും PS പ്രശാന്തിനെ നേരിട്ട് SIT സംഘം വീട്ടിലെത്തി, അദ്ദേഹത്തിൻ്റെ വഴയിലെ വീട്ടിലെത്തി പിടികൂടുന്നു.